നമസ്കാരം. ഇന്ന് ടൈപ്സ് ഓഫ് സെൽ റെഫറൻസ് എന്ന പുതിയ ഒരു ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് സെൽ റെഫറൻസ്? The cell address used in a formula is called cell reference. The cell address used in a formula is called cell reference. ഒരു ഫോർമുലയിൽ ഉപയോഗിച്ച സെൽ അഡ്രസ്സിനെയാണ് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. ഒരു ഫോർമുലയിൽ ഉപയോഗിച്ച സെൽ അഡ്രസ്സിനെയാണ് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. It identifies the location of a cell or group of cells in the spreadsheet. It identifies the location of a cell or group of cells in the spreadsheet. സ്പ്രെഡ്ഷീറ്റിൽ ഒരു സെല്ലിൻ്റെ അല്ലെങ്കിൽ ഒരു കൂട്ടം സെല്ലുകളുടെ ലൊക്കേഷൻ ഇത് തിരിച്ചറിയുന്നു. സ്പ്രെഡ്ഷീറ്റിൽ ഒരു സെല്ലിൻ്റെ അല്ലെങ്കിൽ ഒരു കൂട്ടം സെല്ലുകളുടെ സ്ഥാനം എവിടെയാണ് എന്ന് തിരിച്ചറിയുന്നത് ഈ സെൽ റെഫറൻസ് ആണ്. പ്രധാനമായും ഫോർമുലയിൽ 3 തരത്തിലുള്ള സെൽ റെഫറൻസുകളാണ് ഉപയോഗിക്കാറ്. 3 തരത്തിലുള്ള സെൽ റെഫറൻസ് ആണ് ഉപയോഗിക്കാറ്. അതുകൊണ്ട് സെൽ റെഫറൻസിനെ നമുക്ക് 3ആയി തരംതിരിക്കാം. സെൽ റെഫറൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 3. അതിൻ്റെ അർത്ഥം ഒരു ഫോർമുലയിൽ 3 തരത്തിലുള്ള സെൽ അഡ്രസ്സുകൾ ഉപയോഗിക്കാം എന്നർത്ഥം. അവയുടെ പേരാണ്: 1 റിലേറ്റീവ് സെൽ റെഫറൻസ്, 2 അബ്സല്യൂട്ട് സെൽ റെഫറൻസ്, മൂന്നാമത്തേത് മിക്സഡ് സെൽ റെഫറൻസ്. ഇങ്ങനെ 3 തരത്തിലുള്ള സെൽ അഡ്രസ്സുകളാണ് ഫോർമുല ഉപയോഗിക്കാറ്. അതുകൊണ്ട് നമ്മൾക്ക് പറയാം, ഫോർമുലയിൽ ഉപയോഗിക്കുന്ന സെൽ അഡ്രസ്സുകളെ നമ്മൾക്ക് 3ആയി തരംതിരിക്കാം: റിലേറ്റീവ് സെൽ റെഫറൻസ്, അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആൻഡ് മിക്സഡ് സെൽ റെഫറൻസ്. ഇതിൽ ഓരോന്നും നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ആദ്യത്തേത് എന്താണ്? റിലേറ്റീവ് സെൽ റെഫറൻസ്. എന്താണ് റിലേറ്റീവ് സെൽ റെഫറൻസ്? Normally, when a formula or function used in one cell is copied to other cells, the cell reference in the formula or function changes. This type of cell reference is called relative cell reference. സാധാരണയായി ഒരു സെല്ലിലുള്ള ഫോർമുല അല്ലെങ്കിൽ ഫംഗ്ഷൻ. എന്താണ് ഫംഗ്ഷൻ? സിസ്റ്റം തന്നെ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഫോർമുലകൾക്ക് പറയുന്ന പേരാണ് ഫംഗ്ഷൻ. ഇത് ഫോർമുല തന്നെയാണ്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫോർമുലയാണ്, പക്ഷെ അത് സിസ്റ്റം തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ച ഫോർമുലകളാണ്. അങ്ങനെ സിസ്റ്റം തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ച ഫോർമുലകൾക്ക് പറയുന്ന പേരാണ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഒരു സെല്ലിലുള്ള ഒരു ഫോർമുല അല്ലെങ്കിൽ ഫംഗ്ഷൻ മറ്റു സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ മറ്റു സെല്ലുകളിലെ ഫോർമുലയിൽ അല്ലെങ്കിൽ ഫംഗ്ഷനിലുള്ള സെൽ റെഫറൻസുകൾ ചേഞ്ച് ചെയ്യുന്നു. അതായത് ഒരു സെല്ലിൽ നമ്മളൊരു ഫോർമുല രേഖപ്പെടുത്തി, അത് മറ്റ് സെല്ലിലേക്ക് നമ്മൾ കോപ്പി ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ മറ്റു സെല്ലുകളിൽ ഉള്ള ഫോർമുലയിലെ സെൽ അഡ്രസ്സുകൾ ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ഈ തരത്തിലുള്ള സെൽ റെഫറൻസിനെയാണ് റിലേറ്റീവ് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. എന്താണ് റിലേറ്റീവ് സെൽ റെഫറൻസ്? ഒരു സെല്ലിൽ രേഖപ്പെടുത്തിയ ഫോർമുല അല്ലെങ്കിൽ ഫംഗ്ഷൻ മറ്റു സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ മറ്റു സെല്ലുകളിലെ ഫോർമുല അല്ലെങ്കിൽ ഫംഗ്ഷനിൽ ഉള്ള സെൽ അഡ്രസ്സുകൾ മാറുന്നു. ഇങ്ങനെയുള്ള സെൽ റെഫറൻസിനെയാണ് റിലേറ്റീവ് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. ഈക്വൽ ടു A1 + B1. ഇത് റിലേറ്റീവ് സെൽ റെഫറൻസിൻ്റെ എക്സാമ്പിളാണ്. A1 + B1. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. റിലേറ്റീവ് സെൽ റെഫറൻസിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. 4 കുട്ടികളുടെ ബിസിനസ്സിൻ്റെയും അക്കൗണ്ടൻസിയുടെയും മാർക്കാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അവരുടെ 2 സബ്ജക്റ്റിൻ്റെയും ടോട്ടൽ മാർക്ക് നമ്മൾക്കൊന്ന് കണ്ടുപിടിക്കാം. അബ്ബുവിന് ലഭിച്ച ടോട്ടൽ മാർക്ക് ഒരു ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അതിന് ഫോർമുല ഉപയോഗിക്കുന്നതിന് ആദ്യമായി നമ്മൾ
ഈക്വൽ ടു സൈൻ രേഖപ്പെടുത്തുക. ആദ്യം സെല്ല് സെലക്ട് ചെയ്യുക. ബിസിനസ് മാർക്ക് സ്ഥിതി ചെയ്യുന്ന സെല്ല് ക്ലിക്ക് ചെയ്യുക. പ്ലസ് അക്കൗണ്ടൻസി മാർക്ക് സ്ഥിതി ചെയ്യുന്ന സെല്ല് ക്ലിക്ക് ചെയ്യുക. എൻ്റർക്ക് പ്രസ് ചെയ്യുക. 69 മാർക്ക്. ഈ സെല്ല് സെലക്ട് ചെയ്യുക. ഫിൽ ഹാൻഡിൽ ഡ്രാഗ് ചെയ്ത് താഴോട്ട് കൊണ്ടുപോയി മൗസ് പോയിൻ്റർ കൊടുക്കുക. ആ സമയം മറ്റു കുട്ടികളുടെ മാർക്ക് ഇവിടെ ലഭ്യമാണ്. ഇനി ആ സെൽ അഡ്രസ്സ് ഒന്ന് നമുക്ക് നോക്കാം. ബാബുവിൻ്റെ മാർക്ക് കാണുന്നതിന് നമ്മൾ ഉപയോഗിച്ച സെൽ അഡ്രസ് ഈക്വൽ ടു B3 + C3. അത് ബാബുവിലേക്ക് വരുമ്പോൾ B4 + C4. ചന്ദ്രനിലേക്ക് വരുമ്പോൾ B5 + C5. ദാസനിലേക്ക് വരുമ്പോൾ B6 + C6. ഒരു സെല്ലിലുള്ള ഒരു ഫോർമുല മറ്റു സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ മറ്റു സെല്ലുകളിലെ ഫോർമുലയിലുള്ള സെൽ അഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള സെൽ അഡ്രസ്സുകളെയാണ് നമ്മൾ റിലേറ്റീവ് സെൽ റഫറൻസ് എന്ന് പറയുന്നത്. 2. എന്താണ് അബ്സല്യൂട്ട് സെൽ റഫറൻസ്? അബ്സല്യൂട്ട് സെൽ റഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച റിലേറ്റീവ് സെൽ റഫറൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. എന്താണെന്ന് നോക്കാം. When a formula or function in one cell is copied to other cells, the cell reference in the formula or function does not change. This type of reference is called absolute cell reference. ഒരു സെല്ലിലുള്ള ഒരു ഫോർമുല അല്ലെങ്കിൽ ഫംഗ്ഷൻ മറ്റു സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ മറ്റു സെല്ലുകളിലെ ഫോർമുല അല്ലെങ്കിൽ ഫംഗ്ഷനിലുള്ള സെൽ അഡ്രസ്സുകൾ മാറുന്നില്ല. എന്താണോ ആദ്യ സെല്ലിലെ ഫോർമുലയിൽ രേഖപ്പെടുത്തിയ സെൽ അഡ്രസ്, ആ സെൽ അഡ്രസ് തന്നെയായിരിക്കും അത് കോപ്പി ചെയ്യുമ്പോൾ മറ്റു സെല്ലുകളിലും വരുന്നത്. അതായത് കോപ്പി ചെയ്യപ്പെട്ട സെല്ലുകളിലെല്ലാം തന്നെ സെൽ അഡ്രസ്സുകൾ സെയിം ആയിരിക്കുന്നു എങ്കിൽ അത്തരത്തിലുള്ള സെൽ അഡ്രസ്സിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് സെൽ റഫറൻസ് എന്ന് പറയുന്നത്. എന്താണ് അബ്സല്യൂട്ട് സെൽ റഫറൻസ്? ഒരു സെല്ലിൽ ഉള്ള ഒരു ഫോർമുല അല്ലെങ്കിൽ ഫംഗ്ഷൻ മറ്റു സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ മറ്റു സെല്ലുകളിലെ ഫോർമുലയിലുള്ള അല്ലെങ്കിൽ ഫംഗ്ഷനിലുള്ള സെൽ അഡ്രസ്സുകൾ മാറുന്നില്ല. ഈ തരത്തിലുള്ള സെൽ റഫറൻസിനെയാണ് അബ്സല്യൂട്ട് സെൽ റഫറൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ: $A $1 പ്ലസ് $B $1. അപ്പോൾ ഒരു സെൽ അഡ്രസ്സിന് 2 ഭാഗമാണുള്ളത്. ഒന്ന് കോളം ലെറ്റർ, 2 റോ നമ്പർ. കോളം ലെറ്ററിൻ്റെയും റോ നമ്പറിൻ്റെയും മുൻഭാഗത്ത് ഡോളർ സിമ്പൽ നമ്മൾ രേഖപ്പെടുത്തുക. ഡോളർ സിമ്പൽ നമ്മൾ രേഖപ്പെടുത്താൻ വേണ്ടി പ്രസ് ചെയ്യേണ്ടത് ഷിഫ്റ്റ് കീയും ഡോളർ സിമ്പൽ കീയുമാണ്. അങ്ങനെ ഡോളർ സിമ്പൽ കോളം ലെറ്ററിൻ്റെയും അതുപോലെ തന്നെ റോ നമ്പറിൻ്റെയും മുൻഭാഗത്ത് രേഖപ്പെടുത്തുകയും ആ ഫോർമുല മറ്റു സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുകയാണെങ്കിൽ ഏതാണോ കോപ്പി ചെയ്യുന്ന ഫോർമുല ആ ഫോർമുല തന്നെയായിരിക്കും ബാക്കി വരുന്ന സെല്ലുകളിലെല്ലാം തന്നെ. ഓക്കെ. Absolute cell reference is the cell address that is locked both the part of cell address with the dollar sign. ഇതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അബ്സല്യൂട്ട് സെൽ റെഫറൻസിന്റെ എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. ഒരു കമ്പ്യൂട്ടർ ഷോപ്പ് CPU, RAM, കീബോർഡ് എന്നിവ വിൽപ്പന നടത്തുകയാണ്. ഈ 3 ഇനത്തിന്മേലും 10% നിരക്കിലാണ് GST റേറ്റ്. ഓരോന്നിൻ്റെയും GST എത്ര? ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. റിലേറ്റീവ് സെൽ റെഫറൻസ് ചെയ്തതുപോലെ ഇവിടെയും ഫോർമുല വെച്ച് നമുക്ക് ചെയ്തു നോക്കാം.
ആദ്യം GST എമൗണ്ട് കണ്ടുപിടിക്കേണ്ട സെല്ല് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈക്വൽ ടു സൈൻ രേഖപ്പെടുത്തുക. പ്രൈസ് ഇൻറ്റു പ്രൈസ് സ്ഥിതി ചെയ്യുന്ന സെല്ല് ക്ലിക്ക് ചെയ്യുക. ഇൻറ്റു GST റേറ്റ് 10%. എൻ്റർ കീ പ്രസ് ചെയ്യുക. 750. ഇനി ഈ സെല്ല് സെലക്ട് ചെയ്ത് ഫിൽ ഹാൻഡിൽ താഴോട്ട് ഡ്രാഗ് ചെയ്യുക. മൗസ് പോയിന്റർ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0, റാമിന് 0, കീബോർഡിന് 0. സെൽ അഡ്രസ് ഒന്ന് ശ്രദ്ധിക്കുക. B4 ഇൻറ്റു E4. E4 0 ആണ്. അതുപോലെ തന്നെ അടുത്തത് നോക്കാം. B5 ഇൻറ്റു E5 0 ആണ്, നില്ലാണ്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ 0 ആണ് വരുന്നത്. അതേസമയം CPU മേലും റാമിന്മേലും കീബോർഡിന്മേലും ടാക്സ് റേറ്റ് 10% വരണം. അങ്ങനെയെങ്കിൽ ടാക്സ് റേറ്റ് 10% വരണമെങ്കിൽ E3 എന്ന സെല്ല് ലോക്ക് ചെയ്യണം. ഒരു സെല്ലിലുള്ള ഒരു ഫോർമുല മറ്റു സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ മറ്റു സെല്ലുകളിലെ ഫോർമുലയിലുള്ള സെൽ അഡ്രസ് മാറാതിരിക്കണമെങ്കിൽ സെൽ അഡ്രസ്സിലെ കോളം ലെറ്ററിൻ്റെയും അതുപോലെ തന്നെ റോ നമ്പറിൻ്റെയും മുൻഭാഗത്ത് ഡോളർ സിമ്പൽ രേഖപ്പെടുത്തണം. ഓക്കെ, അങ്ങനെയെങ്കിൽ E3 എന്ന കോളം ലെറ്ററിൻ്റെ മുൻഭാഗത്ത് ഡോളർ സിമ്പൽ രേഖപ്പെടുത്തുക. ശ്രദ്ധിക്കുക, ഷിഫ്റ്റ് കീ, ഡോളർ സിമ്പൽ കീ. അതുപോലെ 3 എന്നതിൻ്റെ തൊട്ട് മുമ്പ് ഷിഫ്റ്റ് ഡോളർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം അപ്പോൾ വന്നത് B3 ഇൻറ്റു $E3. എൻ്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം ഈ സെല്ല് സെലക്ട് ചെയ്യുക, അത് താഴോട്ട് ഡ്രാഗ് ചെയ്യുക. സ്വാഭാവികമായും മറ്റുള്ളവയുടെയൊക്കെ റിസൾട്ട് നമുക്ക് കിട്ടി. അപ്പോൾ $E3 ഇതിനെ നമ്മൾ അബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്നാണ് പറയുന്നത്. ഒരു സെല്ലിലുള്ള ഒരു ഫോർമുല മറ്റൊരു സെല്ലിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ മറ്റു സെല്ലുകളിലെ ഫോർമുലയിലുള്ള സെൽ അഡ്രസ് മാറുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള സെൽ അഡ്രസ്സിനെയാണ്, സെൽ റെഫറൻസിനെയാണ് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. A cell address has two parts. First part denotes column letter and second row number. Mixed cell reference is the cell address that is locked only a part of cell address with a dollar sign. ഒരു സെൽ അഡ്രസ്സിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗം കോളം ലെറ്ററിനെ സൂചിപ്പിക്കുന്നു, രണ്ടാമത്തെ ഭാഗം റോ നമ്പറിനെ സൂചിപ്പിക്കുന്നു. ഡോളർ അടയാളത്തോടുകൂടി ഒരു സെൽ അഡ്രസ്സിൻ്റെ ഒരു ഭാഗം മാത്രം ലോക്ക് ചെയ്യുന്ന സെൽ അഡ്രസ്സിനെയാണ് മിക്സഡ് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. ഡോളർ സൈനോടുകൂടി ഒരു സെൽ അഡ്രസ്സിൻ്റെ ഒരു ഭാഗം മാത്രം ലോക്ക് ചെയ്യുന്ന സെൽ അഡ്രസ്സാണ് മിക്സഡ് സെൽ റെഫറൻസ്. നമുക്ക് കോളത്തിനെയോ അല്ലെങ്കിൽ റോയെയോ ലോക്ക് ചെയ്യാം. നമുക്ക് കോളത്തെ ലോക്ക് ചെയ്യാം, അതുപോലെ തന്നെ റോയെ ലോക്ക് ചെയ്യാം. ഇവിടെ എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. $B4 കോളത്തെ ലോക്ക് ചെയ്യുന്നതിനായി കോളം ലെറ്ററിന്റെ മുൻഭാഗത്ത് ഡോളർ സൈൻ രേഖപ്പെടുത്തുക. ഷിഫ്റ്റ് കീയും ഡോളർ സിമ്പൽ കീയും ഡോളർ സൈൻ കീയും പ്രസ് ചെയ്യുക. അതേസമയം റോയെയാണ് ലോക്ക് ചെയ്യേണ്ടതെങ്കിൽ നമ്പറിന്റെ മുൻഭാഗത്ത് ഡോളർ സൈൻ രേഖപ്പെടുത്തുക. അപ്പോൾ മിക്സഡ് സെൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ആൻസർ കൂടി പറയാം. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് റിലേറ്റീവ് ആൻഡ് അബ്സല്യൂട്ട് സെൽ റെഫറൻസ്. റിലേറ്റീവ് റെഫറൻസിൻ്റെയും അബ്സല്യൂട്ട് സെൽ റെഫറൻസിൻ്റെയും ഒരു കോമ്പിനേഷനാണ് മിക്സഡ് സെൽ റെഫറൻസ്. മിക്സഡ് സെൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് സെൽ റെഫറൻസിൻ്റെയും അബ്സല്യൂട്ട് സെൽ റെഫറൻസിൻ്റെയും ഒരു കോമ്പിനേഷനാണ്, ഒരു സംയോജിത രൂപമാണ്.
ഓക്കെ, ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. മിക്സഡ് സെൽ റെഫറൻസ് നമ്മൾക്കൊന്ന് നോക്കാം. മിക്സഡ് സെൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ സിമ്പലോടുകൂടി ഒരു സെൽ അഡ്രസ്സിൻ്റെ ഒരു ഭാഗം മാത്രം ലോക്ക് ചെയ്യുന്ന സെൽ അഡ്രസ്സിനെയാണ് മിക്സഡ് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. നമുക്ക് കോളത്തിനെയോ അല്ലെങ്കിൽ റോയെയോ ലോക്ക് ചെയ്യാം. നമ്മൾക്ക് റോയെ ഒന്ന് ലോക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ഫംഗ്ഷനാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്, ഈക്വൽ ടു സം. വൺ ടു ഈ രണ്ട് സെല്ലുകളുടെ ടോട്ടലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എൻ്റർ കീ പ്രസ് ചെയ്യുക. 3. ഇനി ഇതിൻ്റെ റോ നമ്മൾക്ക് ലോക്ക് ചെയ്യാം. അതായത് റോ ലോക്ക് ചെയ്യണമെങ്കിൽ റോ നമ്പറിന് മുമ്പ് ഡോളർ സിമ്പൽ രേഖപ്പെടുത്തുക. ഷിഫ്റ്റ് ഡോളർ സിമ്പൽ കീ, ഷിഫ്റ്റ് ഡോളർ കീ. അതുപോലെ C4 ഷിഫ്റ്റ് ഡോളർ കീ, എൻ്റർ കീ പ്രസ് ചെയ്യുക. 3. ഇനി ഈ സെല്ല് സെലക്ട് ചെയ്യുക. ഈ സെല്ല് സെലക്ട് ചെയ്ത് താഴോട്ട് ഡ്രാഗ് ചെയ്ത് വിടുക. ആൻസർ 3 3 എന്ന് തന്നെയാണ്. എന്താണ് കാരണം? രണ്ടാമത്തെ ഈ സെല്ലിൽ 3ൽ ക്ലിക്ക് ചെയ്തു, വരുന്നത് $4. 4ൽ മാറ്റമില്ല. അതായത് റോ ഏത് തന്നെയാണ്? 4ാമത്തെ റോ തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും റോ 4 റോ 4. അപ്പോൾ റോയിൽ മാറ്റമില്ല. അതുകൊണ്ട് ആദ്യം കിട്ടിയ റിസൾട്ട് തന്നെയാണ് ബാക്കി വരുന്ന സെല്ലുകളിലും വരുന്നത്. ഇനി നമ്മൾ കോളത്തെ ഒന്ന് ലോക്ക് ചെയ്ത് നോക്കാം. ഇതേ എക്സാമ്പിൾ തന്നെ, ഈക്വൽ ടു സം 1 2, എൻ്റർ കീ പ്രസ് ചെയ്തു. 3 എന്നാണ് നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ കോളം ലെറ്ററിനെ ലോക്ക് ചെയ്ത് നോക്കാം. B ഷിഫ്റ്റ് ഡോളർ കീ, അതുപോലെ C ഷിഫ്റ്റ് ഡോളർ കീ, എൻ്റർ കീ പ്രസ് ചെയ്യുക. ആൻസർ 3. അപ്പോൾ ലോക്ക് ചെയ്തത് ഏത് മാത്രമാണ്? B കോളം ലോക്ക് ചെയ്തു, അതുപോലെ C കോളം ലോക്ക് ചെയ്തു. അതേസമയം റോ ലോക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, അതിനുശേഷം ഈ സെല്ല് സെലക്ട് ചെയ്തു, താഴോട്ട് ഡ്രാഗ് ചെയ്തു. ഓക്കെ, വരുന്ന ആൻസർ ബി കോളം ലോക്ക് ചെയ്തു, പക്ഷേ 11th റോ അതിപ്പോൾ 4 വന്നു. അതുപോലെ തന്നെ C 5th എന്നുള്ള C 11th റോ അതിൽ വന്നത് 5. അപ്പോൾ 4ഉം 5ഉം 9. അതുപോലെ നെക്സ്റ്റ് 15 എടുക്കുക. B $12. B കോളം അത് ലോക്ക് ചെയ്തു. 12th റോ 7. C കോളം ലോക്ക് ചെയ്തു. 12 8th. അപ്പോൾ 7ഉം 8ഉം 15. ഓക്കെ, ഇതാണ് മിക്സഡ് സെൽ റെഫറൻസിൻ്റെ എക്സാമ്പിൾ.